ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഗിഫ്റ്റിനെ കുറിച്ച് പറയാനാണ്. ഗിഫ്റ്റിനൊരു സ്റ്റോറി ഉണ്ട്. I was thinking of gifting him a റിയലി പേഴ്സണലൈസ്ഡ് തിങ്. ഹിം എന്ന് പറഞ്ഞാൽ മൈ ഹസ്ബൻഡ്. ഓക്കെ, അപ്പം ഇറ്റ് ഹിസ് ബർത്ത്ഡേ ആൻഡ് ഐ വാണ്ട് ടു ഗിഫ്റ്റ് ഹിം എ പേഴ്സണലൈസ്ഡ് തിങ്. ഞാൻ ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയപ്പോൾ ഗുൽബോണ്ട പറഞ്ഞിട്ടൊരു പേജ് കണ്ടു. ഇഫ് യു വണ്ടറിങ് വാട്ട് ദിസ് ഇസ് റിട്ടൺ ദിസ് ടു ബി മൈക്ക് ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എ മൈക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഗുൽബോണ്ട പറഞ്ഞ പേജ് കണ്ടു. അതിനകത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള പേഴ്സണലൈസ് ഗിഫ്റ്റാണ് അവർ കൊടുക്കുന്നത്. ആൻഡ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് അതിൻ്റെ വില കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത്രയൊക്കെ ഇതിന് ഉണ്ടാവുമോ എന്നുള്ളത് തോന്നി. യെസ്, അത്രയൊക്കെ ഇതിന് ഉണ്ടാകും. പക്ഷേ ഞാൻ വിചാരിച്ചപ്പോൾ ഓക്കെ, എനിക്കിത് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടെ, ബിക്കോസ് ഞാൻ ആർട്ടിസ്റ്റ്. അപ്പോൾ കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ആൻഡ് ഐ വാസ് 9 months pregnant at that time. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് സ്കെച്ച് ബുക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ഫ്രീ ആപ്ലിക്കേഷൻ ബിക്കോസ് ഞാൻ പെയ്ഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യില്ല ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ദ മണി. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്കെച്ച് ബുക്ക് ഡൗൺലോഡ് ചെയ്തു. ആൻഡ് സ്കെച്ച് ബുക്കിൽ നമുക്ക് കൈനെ കൊണ്ട് വരയ്ക്കാൻ പറ്റും. ബട്ട് അത്ര പ്രിസൈസ് ആയിട്ട് വരയ്ക്കണ്ടെങ്കിൽ വി ഹാവ് എ പെൻ. ഞാൻ വരച്ചിരുന്നത് ഐപാഡിലാണ് ഞാൻ വരച്ചിരുന്നത്. ഐ ഡോണ്ട് ഹാവ് ആൻ ഐ പെൻസിൽ ബിക്കോസ് എന്താ കാരണം I don't have the money to buy eye pencil. So, ഞാൻ എന്ത് ചെയ്തു, ഞാൻ DIY eye pencil ചെയ്തു. DIY eye pencil ചെയ്തു. And if you want to know how I made those DIY eye pencil, please comment below and I will make a detailed video about that too. Okay. One more thing, please subscribe. Yeah. അപ്പോൾ നമ്മൾ എവിടെ എത്തി? സ്കെച്ച് ബുക്ക് ഡൗൺലോഡ് ചെയ്തു. ഞാൻ ഐ പെൻസിൽ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ വരച്ചു. വരക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലൊരു ബോർഡർ വേണം. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കണം. ബിക്കോസ് നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജ് അതിന് ഫീൽ ചെയ്യും. നമുക്ക് ക്യൂട്ട് സ്റ്റഫാണല്ലോ വേണ്ടത്. സോ അങ്ങനെ കട്ട് ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. സോ ഞാൻ അങ്ങനെ വരച്ചു. ആൻഡ് പ്രിൻ്റ് എടുക്കാൻ കൊടുത്തു. പ്രിൻ്റ് എടുക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്നത് കളർ പ്രിൻ്റ് എടുക്കാമെന്നാണ്. സാധാരണ പേപ്പറിൽ കളർ പ്രിൻ്റ് എടുത്തിട്ട് അതിനകത്ത് റെസിൻ ആർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആൻഡ് ഐ വാസ് 9 months pregnant at that time. സോ അതിൻ്റെ ടോക്സിക് സ്മെല്ല് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫോട്ടോ പ്രിൻ്റ് എടുത്തു. സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ പ്രിൻ്റ് എടുത്തു. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് അബൌട്ട് 15 rupees for one photo. അപ്പോൾ ഞാൻ 2 എടുത്തിരുന്നു. കാരണം ഒന്ന് നമ്മൾ മുറിച്ച് കൊളാക്കി അടുത്തത് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തു. ആൻഡ് മുറിച്ചു. ആൻഡ് ഐ ഫീൽ ഇറ്റ്സ് ഗുഡ് തിങ്. പിന്നെ ഇത് ഫോട്ടോ പ്രിൻ്റ് ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ടിങ് എന്ന് പറഞ്ഞിട്ട് നിൽക്കും. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണ് ഈ ഐസ്ക്രീം സ്റ്റിക്കിൽ ഇത് പേസ്റ്റ് ചെയ്ത് വെക്കാമെന്ന്. പിന്നെ ഈ ഗുൽബോണ്ട തിങ്ങിൽ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലാണ് ഇവർ ഇത് വെക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡിന് വേണ്ടി എന്ത് ചെയ്യുന്നത് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് കിഡ്സിൻ്റെ ഒരു മാറ്റില്ലേ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സാധനം ഉണ്ടായിരുന്നു. ആൻഡ് അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ലുക്കിംഗ് ഗുഡ്. ഞാൻ അത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി കളർഡ് ആയിട്ടുള്ള സാധനമാണ്. എനിക്കത് പെയിൻറ്റ് ചെയ്യാൻ തോന്നി, ഞാൻ പെയിൻറ്റ് ചെയ്തു, അത് വെച്ചു. ആൻഡ് ഓവറോൾ ഇത് കാണുമ്പോൾ ഐ തിങ്ക് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന്. ആൻഡ് ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. കാരണം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ആർക്കും സന്തോഷമുണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റാണിത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ബൈ.